സംവിധായകൻ ബ്ലസ്സി നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ആദ്യമേ സന്തോഷം. ഞങ്ങൾ മലയാളി എന്ന രീതിയിൽ അഭിമാനിക്കുന്നു. സ്വാഭാവികമായിട്ട് ആടുജീവിതം ഓസ്കറിൻ്റെ പ്രധാനപ്പെട്ട സിനിമകളുടെ പ്രാഥമിക പട്ടികയിൽ വന്നു, മികച്ച സിനിമയുടെ എന്നാണ് അറിവ്. എന്താണ് സാർ ആദ്യമായി പറയാനുള്ളത്? വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയാണ് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അക്കാഡമി മെമ്പേഴ്സിൻ്റെ മെയിൻ വോട്ടിങ് നടക്കുന്ന ഒരു ഇതോടാണ്. അത് ഈ 8-ാം തീയതി മുതൽ, നാളെ മുതൽ 4 ദിവസത്തേക്ക് ആരംഭിക്കുന്നത്. അതിലാണ് നമുക്ക് ഇത്രയധികം ആൾക്കാരെ ഈ സിനിമ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്കിലും UK-ലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ക്രീനിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇന്ത്യയിലും പല സ്ഥലത്തും നമ്മൾ സ്ക്രീനിങ് ചെയ്തിരുന്നു. അപ്പം അതിനൊക്കെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ആണോ അറിയിപ്പ് കിട്ടിയത് ഇങ്ങനെ പ്രാഥമിക പട്ടികയിൽ പെട്ടു എന്നുള്ളത്? ഇന്ന് വെളുപ്പിനെയാണ് കിട്ടുന്നത്. മെയിൽ നോക്കുന്നത് ഇന്നലെയാണ്, അയച്ചു തരത്തില്ല. അത് അറിയുന്നതിന് മുമ്പേ ഉള്ള മറ്റൊരു സന്തോഷ വാർത്തയായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ MPSC എന്ന് പറയുന്ന സൗണ്ട് വിഭാഗത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഗിൽഡിൻ്റെ ഇതിലേക്ക് 5 സിനിമകളെ സെലക്ട് ചെയ്തപ്പോൾ, നോമിനേറ്റ് ചെയ്തപ്പോഴുള്ള നോമിനേഷൻ കിട്ടി എന്നുള്ളതാണ്. അത് അടുത്ത മാസമാണ് അതിൻ്റെ റിസൾട്ട് അറിയാൻ പോവുക. അത് ഒരു 5 സിനിമയ്ക്കുള്ളിൽ ഒരെണ്ണമായി എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുക. ഈ പ്രാഥമികമായ പട്ടികയിൽ പെട്ടു എന്ന് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മാഭിമാനം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. ആരെയാണ് ഈ വേളയിൽ ഏറ്റവും പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു ഗംഭീര അഭിനയം ആരെയാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടീം വർക്കാണ്. ആ ടീം വർക്ക് എന്ന് പറയുന്നത് അതിന് ഒരാളെ മാത്രമായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും നമ്മുടെ ഒരു യൂണിറ്റ് ബോയ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വിയർപ്പ് ഒഴുക്കിയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരുടെ ആത്മാർത്ഥമായ കൂട്ടായിട്ടുള്ളൊരു ശ്രമം തന്നെയാണ് ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാക്കി വയ്ക്കാനുണ്ട്. ഓഫ് കോഴ്സ് പൃഥ്വിരാജ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഒരു വലിയ പങ്കുണ്ട് അതിനകത്ത്. ബെന്യാമിനും ഈ ഘട്ടത്തിൽ ഓർക്കാതെ പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ബെന്യാമിൻ്റെ ഒരു രചനയിൽ നിന്നാണല്ലോ ഞാനിത് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതും അതിൻ്റെ ബേസിക് ബെന്യാമിനും നജീബിനും ഒക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കും. പ്രതീക്ഷയുണ്ടല്ലേ സാറേ? പ്രതീക്ഷ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക്കിന് നമുക്ക് HMIയുടെ അവാർഡ് ലഭിച്ചു. ഇപ്പം സൗണ്ടിന് നമുക്ക് കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒത്തിരി പോസിറ്റീവ് സൈനാണ്. പിന്നെ നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കുന്നത് പോലെയാണ്. സാധാരണ ഒരു ഫെസ്റ്റിവലിലൊക്കെ നമ്മൾ വിൻ ചെയ്യുന്ന പോലെയല്ല ഇത്. ഇത്രയധികം ആൾക്കാർ അക്കാഡമി മെമ്പേഴ്സിലേക്ക് ഈ സിനിമ എത്തണം. അവർ വോട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ ആൾക്കാരും വോട്ട് ചെയ്യണമെന്നില്ല. അതൊക്കെ ഒരു വലിയൊരു ഘടകമാണ്. എന്തായാലും ഇതുവരെ എത്തിയത് മലയാളത്തിൻ്റെ ഭാഗ്യം. മുന്നോട്ട് പോകട്ടെ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.